അൻവറിന് 40,000 വോട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ എവിടുന്ന് കിട്ടും? നിരന്നിരിപ്പുണ്ട് ബസ് സ്റ്റാൻഡിൽ ആളുകൾ. എന്താ വിശേഷം? എന്താ അറിയേണ്ടത്? എന്തിനെ കൂടെ ചോദിക്കണേ? ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു. ഇവിടെ ഒരു പഴയ ഒരു സഖാവാണ്, അറിയപ്പെടുന്ന സഖാവ് തന്നെയാണ് ചേട്ടൻ. ഞാന് ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാ. ഓക്കെ, മനസ്സിലായില്ല. തവണ 1800 വോട്ട് കിട്ടി. എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. 7389 വോട്ടിന് അതായത് കറക്റ്റ് എനിക്കും അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ 10,000 വോട്ടിന് സ്വരാജ് ജയിച്ചു. 10,000 വോട്ട്. അവൻ ആകെ വ്യത്യസ്തമാണ്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അവൻ വേറെ രീതിയിലാണ് കാണുന്നത്. എത്ര വോട്ട് പിടിക്കും? അൻവർ ഒരു 10,000 വോട്ട് പിടിക്കാം. രണ്ടായാലും ഇത് വേലിയിലിരുന്ന പാമ്പായിരുന്നു. പാർട്ടി വോട്ട് പാർട്ടിക്ക് തന്നെ കിട്ടും, ഗ്യാരണ്ടിയാ. തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്നെ ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള സ്വരാജും ആര്യനും ഷൗക്കത്തും. അൻവർ ചിത്രത്തിലില്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. 10,000 വോട്ടിനെ താഴേക്ക് കിട്ടിയ ഓന്റെ ഭാഗ്യം. താനെന്താണ് മൊന വെച്ച് സംസാരിക്കണത്? അൻവർ ഇവിടെ 40% CPM വോട്ട് പിടിച്ചില്ലെങ്കിൽ 2 ചെവിയും ചെത്തി തരാന്ന് പറഞ്ഞു. നീ എങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? സ്വരാജ് നല്ല വ്യക്തിത്വമുള്ള ആളാണ്. സുഖത്ത് പോരായി അല്ല, നമ്മളെ 5 ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ? എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഇമ്പാക്ട് ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. 9 കൊല്ലമായിട്ട് സ്റ്റാൻഡ് പൊളിഞ്ഞു കിടക്കാം. 9 കൊല്ലമായിട്ട് നമുക്ക് ബേസിക് കിട്ടേണ്ട ഫെസിലിറ്റി കിട്ടിയിട്ടില്ല. അത് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ തീരുമാനം ആവാത്തോണ്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 9 കൊല്ലമായിട്ട് ഇത് പൊളിച്ചിട്ടത്. എന്തെങ്കിലും സ്റ്റാൻഡ് ഇവിടെ അങ്ങനെ നീളത്തിൽ സ്റ്റാൻഡ് ആയിരിക്കും. നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? ഞങ്ങളെ നിയന്ത്രിക്കുക. ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമെന്നുള്ള എന്റെ പേര്. എന്താ അവിടെ സ്വരാജ് ജയിക്കും. എത്ര വോട്ട് 1,00,000 പറയാൻ പറ്റൂല. എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ഒന്നും പറയാല്ല. ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ ഈ മനോരമയ്ക്ക്? ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? നമ്മുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതിന് ഒരു പ്രസക്തി ഇല്ല. നമ്മുടെ മനസ്സ് അങ്ങനെ തുറക്കാനുള്ള കുറ്റം കണ്ടെത്തുന്ന കാര്യത്തിൽ രണ്ടുപേർക്ക് നല്ല ചേർച്ചയാ. എങ്ങനെ ഒത്തു കിട്ടി? അത് പറയില്ല രഞ്ജിനി, അത് പറയില്ല. എത്ര കുത്തി ചോദിച്ചാലും ഞങ്ങൾ അത് തുറന്ന് പറയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പലതരത്തിലുള്ള മണ്ടന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അൻവർ കൂടുതൽ വോട്ട് പിടിക്കുവാണെങ്കിൽ ഇടതുപക്ഷത്തിനായിരിക്കും പ്രശ്നമാണ് ചേട്ടൻ പറയുന്നത്. അതെ, അപ്പൊ ഇവിടുത്തെ ഒരു മനസ്സിതാണ്. യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല. ആഡ് ചെയ്യണം. അൻവർ എന്തിനാണ് 8 മാസം മാത്രം നിൽക്കുമ്പോൾ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ